ഹായ് ഓൾ. BGC 105 അമേരിക്കൻ ലിറ്ററേച്ചറിലെ മൂന്നാമത്തെ ബ്ലോക്ക് നമ്മൾ ഓൾറെഡി 1-2 യൂണിറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ യൂണിറ്റായ വില്ല കാദർ എഴുതിയിട്ടുള്ള ഓൺ ദ ഗേൾസ് റോഡ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ഷോർട്ട് സ്റ്റോറിയെ കുറിച്ചിട്ടാണ്. സോ നമ്മൾ സാധാരണ പറയുന്നത് പോലെ നമുക്ക് ആദ്യം ആ ഒരു റൈറ്ററിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. വില്ല കാദർ എന്ന് പറയുമ്പം നമ്മുടെ ഒരു അമേരിക്കൻ എഴുത്തുകാരിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആളാണ് വില്ല കാദർ എന്ന് പറയുന്നത്. 1873 മുതൽ 1947 വരെയാണ് അവരുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അഥവാ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ് അവരുടെ പല നോവലുകളും വന്നിട്ടുള്ളത്. അതുതന്നെയാണ് അവരെ ഏറ്റവും കൂടുതൽ ഫെയിമിലേക്ക് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. 1873 അമേരിക്കയിലെ വിർജീനിയ എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ ജനിച്ചിട്ടുള്ളത്. സോ പിന്നീട് അവരുടെ ലൈഫിൽ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. 9-ാം വയസ്സിൽ അവരുടെ ഒരു ഫാമിലി തന്നെ നെബ്രാസ്ക എന്ന് പറയുന്ന സ്ഥലത്തേക്ക് താമസം മാറാണ്. അങ്ങനെ അവിടുത്തെ ഒരു അതിർത്തി പ്രദേശം അല്ലെങ്കിൽ ഒരു കുടിയേറ്റക്കാരുടെ ഒക്കെ ഉള്ള ഒരു ജീവിതമാണ് ആ ഒരു അവരുടെ ഒരു പല നോവലുകൾക്കും ഉണ്ടാവാനുള്ള ഒരു പ്രചോദനമായതെന്ന് പറയുന്നത്. അഥവാ ഒരുപാട് കുടിയേറ്റക്കാരുമായിട്ടുള്ള ഇടപഴകാൻ അവർക്ക് അവസരം കിട്ടി. ഇതൊക്കെയാണ് അവരെ ആ ഒരു രീതിയിലുള്ള എഴുത്തിലേക്ക് അവരെ നയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അവരുടെ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം അവരെന്താണ് ജേർണലിസത്തിലേക്ക് തിരിഞ്ഞു. ദെൻ അങ്ങനെ ആ ഒരു ഫീൽഡിലും അവരുടേതായിട്ടുള്ള സ്പേസ് അവർക്കുണ്ടായി. ദെൻ അതിന് ശേഷമാണ് പിന്നീട് നമ്മുടെ ഈ ഒരു ലിറ്ററേച്ചറിലേക്ക് അവർ വരുന്നത്. അങ്ങനെ ഫുൾ ടൈം പിന്നെ ലിറ്ററേച്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു രീതിയിലാണ് ഏറ്റവും കൂടുതൽ ഫെയിം അവർക്ക് കിട്ടിയിട്ടുള്ളത്. അവരുടെ ഒരു തീം എന്ന് പറയുന്നത് കാര്യമായിട്ട് പറയുന്നത് ആ ഒരു അവരുടെ ഒരു നിലനിന്നിരുന്ന ആ ഒരു സ്പേസിലുള്ള അവിടുത്തെ ഒരു ഭൂപ്രകൃതിയുടെ ഭംഗി, അതുപോലെ തന്നെ അവിടുത്തെ ആളുകളുടെ ജീവിതപരമായിട്ടുള്ള പോരാട്ടങ്ങൾ. കാരണം ബോർഡർ വൈസ് ആകുമ്പോൾ തന്നെ നമുക്കറിയാലോ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു ലൈഫായിരിക്കും എന്തായാലും അവിടെ ഉണ്ടാവുക. സോ അതിൻ്റെ പ്രശ്നങ്ങൾ, ദെൻ ആ ഒരു നമ്മൾ യൂറോപ്പിൽ നിന്നൊക്കെ ഒരുപാട് മൈഗ്രേറ്റ്സ് അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മൾ അമേരിക്കയിലേക്ക്. അപ്പോൾ അവർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് അവരുടെ ഒരു എഴുത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള തീമുകളായിട്ട് നിലനിന്നിരുന്നത്. അതുപോലെ തന്നെ അവരുടെ എഴുത്തുകൾ 40ഓളം ഭാഷയിലേക്ക് വരെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം അത്രയും ഫേമസ് ആയിട്ടുള്ള വർക്കാണ് അവർ എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓൺ ദ ഗേൾസ് റോഡ് എന്ന് പറയുന്ന ആ ഒരു ഷോർട്ട് സ്റ്റോറിയെ കുറിച്ചിട്ടാണ്. നമുക്കതിൻ്റെ സമറിയിലോട്ട് പോകാം. സോ നമ്മൾ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ നരേറ്റർ ആയിട്ടുള്ള അദ്ദേഹം ഒരു ആർക്കിടെക്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റഡി റൂമിൽ വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു വിസിറ്റർ വരികയും അദ്ദേഹം ഒരു പെൺകുട്ടിയുടെ മനോഹരമായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ വരച്ചത് കാണാൻ ഇടയാവുകയും അപ്പം ഇതാരാണ് എന്താണെന്നൊക്കെ ചോദിക്കുമ്പം താൻ തൻ്റെ പാസ്റ്റിലേക്ക് പോകുന്ന കഥാനായകനെ ആണ് നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത്. അങ്ങനെ അവരുടെ ഒരു ആ പെൺകുട്ടിയെ കണ്ടുമുട്ടിയതും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. സോ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു 25 വയസ്സുള്ള ഒരു ടൈമിൽ, ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. അദ്ദേഹത്തിന് ഒരു 25 വയസ്സുള്ള ഒരു ടൈമിൽ ഇറ്റലിയിലെ ജനോവയിൽ നിന്ന് ന്യൂയോർക്കിലേക്കുള്ള ഒരു കപ്പലിൽ യാത്ര ചെയ്യാണ് അദ്ദേഹം. അങ്ങനെയാണ് അദ്ദേഹം അലക്സാണ്ട്ര എബ്ലിങ് എന്ന് പറഞ്ഞ മനോഹരമായിട്ടുള്ള ഒരു സുന്ദരിയായിട്ടുള്ള ഈ ഒരു സ്ത്രീയെ കണ്ടുമുട്ടുന്നത്. കപ്പലിലെ തന്നെ ചീഫ് എഞ്ചിനീയർ ആയിട്ടുള്ള ലാൾസ് എബ്ലിങ്ങിൻ്റെ ഭാര്യയാണ് അലക്സാണ്ട്ര എബ്ലിങ് എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത്. അങ്ങനെ അലക്സാണ്ട്രയ്ക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള ഒരു എന്തോ ഒരു അസുഖം ഉണ്ടായിരുന്നു. ഗുരുതരമായിട്ടുള്ള അസുഖം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർ അധികകാലം ജീവിച്ചിരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു എല്ലാവർക്കും. അത് അദ്ദേഹത്തിൻ്റെ ഭർത്താവിനും അറിയാം. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭർത്താവ് അവളെ ഒരിക്കലും ഒരു നല്ല രീതിയിൽ പരിഗണിച്ചിരുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ നമ്മൾ ഈ കപ്പൽ യാത്രക്കിടയിൽ നമ്മുടെ ഈ കഥാനായകനും അതുപോലെ തന്നെ ഈ അലക്സാണ്ട്രയും തമ്മിൽ എന്താണ് ഭയങ്കരമായിട്ടുള്ളൊരു സൗഹൃദം സ്ഥാപിക്കുകയാണ് ആദ്യം. പിന്നീട് അത് ഒരു ഒരിക്കലും പിരിയാൻ പറ്റാത്തൊരു ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രണയത്തിലേക്ക് അത് പിന്നീട് വഴുതി വീഴാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു യാത്രക്കിടെ അവർ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തു. അങ്ങനെ അലക്സാണ്ട്ര അവരുടെ ജന്മദേശമായിട്ടുള്ള ആർട്ടിക് സമുദ്രത്തിൻ്റെ അടുത്തുള്ള ചെറിയൊരു നോർവേ എന്ന് പറഞ്ഞ ചെറിയൊരു മത്സ്യഗ്രാമത്തെക്കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അവൾക്ക് ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ സൗത്തിലുള്ള രാജ്യങ്ങളിൽ അവിടുത്തെ നിറങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവിടുത്തെ സുഗന്ധങ്ങളെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു മോഹം, അതിനെക്കുറിച്ചിട്ട് അറിയാനും കാണാനൊക്കെ ഉള്ളൊരു മോഹം നമ്മുടെ നായകനോട് അവർ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ജിബ്രാൾട്ടർ ആ ഒരു കടലെടുക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ കഥാനായകൻ അവർക്ക് എന്താണ് മനോഹരമായിട്ടുള്ള മഗ്നോലിയ പൂക്കൾ അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷേ അലക്സാണ്ട്രയോട് അവരുടെ ഭർത്താവ് കാണിക്കുന്ന ഒരു പെരുമാറ്റം, ആ ഒരു അവഗണനയൊക്കെ കാണുമ്പോൾ നമ്മുടെ കഥാനായകന് തീർച്ചയായിട്ടും അത് ഒരു ദേഷ്യം വരികയാണ്. അങ്ങനെ അദ്ദേഹം അലക്സാണ്ട്രയോട് പറയുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് ഒളിച്ചോടി പോയിട്ട് ഏതെങ്കിലും ഒരു കടൽ തീരത്ത് നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാം എന്നൊക്കെ തൻ്റെ പ്രണയിനിയോട് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഒരിക്കലും അലക്സാണ്ട്ര ഇതിനൊന്നും സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു ക്ഷണം തന്നെ അവൾ നിരസിക്കുകയാണ് ചെയ്യുന്നത്. കാരണം താൻ ഓൾറെഡി ഒരു രോഗിയാണ്. സോ ഈ ഒരു അസുഖമുള്ള ടൈമിൽ സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് പോവുക എന്നൊക്കെ പറയുന്നത് അതൊരിക്കലും ഒരു നല്ല കാര്യമല്ല എന്നുള്ളതാണ് അവരുടെ ഒരു കാഴ്ചപ്പാട്. സോ ആ ഒരു പുതിയ ബന്ധം തുടങ്ങാൻ അവൾ കഴിയില്ല എന്നുള്ള കാര്യം തൻ്റെ സുഹൃത്തായിട്ടുള്ള
നമ്മുടെ കഥാനായകനോട് അവർ പറയാണ്. അങ്ങനെ നമ്മുടെ ഈ ഒരു യാത്രയുടെ അവസാനം എത്തുമ്പോൾ നമ്മൾ കപ്പൽ ന്യൂയോർക്കിൽ എത്തുകയാണ്. അതിന് മുന്നേ നമ്മുടെ അലക്സാണ്ട്ര നമ്മുടെ നായകൻ എന്താണ് ഒരു ചെറിയൊരു പെട്ടി നൽകുന്നുണ്ട്. താൻ മരിച്ചതിന് ശേഷം മാത്രം ഒരു കത്ത് താങ്കൾക്ക് വരും, അതിനുശേഷം മാത്രമേ ഈ ഒരു പെട്ടി തുറക്കാവൂ എന്ന് അലക്സാണ്ട്ര നമ്മുടെ നായകനോട് പറയാണ്. അവർക്ക് പിരിയാനുള്ള ആ ഒരു അവസാനത്തെ അനർഘ നിമിഷം എത്തുകയാണ്. ദെൻ അവർ പിരിയാൻ നിർബന്ധിതരാവുകയാണ്. സോ ഈ ഒരു സംഭവങ്ങളൊക്കെ ഈ ഒരു സ്റ്റോറിയിൽ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള മൊമെൻറ്റിലൂടെയാണ് അവർ എഴുതുന്നത്. അതുപോലെ തന്നെ നമ്മൾ അലക്സാണ്ട്ര അവരുടെ ഭർത്താവിൻ്റെ കൂടെയല്ല ഇറങ്ങുന്നത്. അലക്സാണ്ട്ര തൻ്റെ പഴയ വീടായിട്ടുള്ള ആദ്യത്തെ വീടായിട്ടുള്ള നോർവേയിൽ, സ്വന്തം വീടായിട്ടുള്ള ജന്മസ്ഥലമായിട്ടുള്ള നോർവേയിൽ തൻ്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് മറ്റൊരു കപ്പലിൽ കയറി യാത്രയാവാണ് അലക്സാണ്ട്രയും അതുപോലെ തന്നെ അവരുടെ മോളും. ഈ മോളുള്ള കാര്യം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവൾക്ക് ചെറിയൊരു മോളും ഉണ്ട് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും മറ്റൊരു കപ്പലിൽ കയറി യാത്രയാവണം. അങ്ങനെ അവിടെ അവർ പിരിഞ്ഞു പോവുകയാണ്. ദെൻ ഒരു വർഷത്തിന് ശേഷം നമ്മുടെ കഥാനായകന് അവളുടെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും ഒരു ലെറ്റർ, അവൾ മരിച്ചു എന്ന് പറയുന്ന ഒരു ലെറ്റർ വരികയാണ്. സോ ഈ ഒരു സമയം എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന് കൊടുത്ത ആ ഒരു ബോക്സ് തുറക്കാനുള്ള ടൈമാണ്. അങ്ങനെ അദ്ദേഹം ആ ഒരു ബോക്സ് തുറക്കുകയാണ്. അവളുടെ മനോഹരമായിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ട് അതിൽ. അവൾക്ക് നമ്മുടെ കഥാനായകൻ കൊടുത്തിട്ടുള്ള മാംഗോളിയ പൂക്കൾ, വാടിപ്പോയ മാംഗോളിയ പൂക്കളുണ്ട് അതിൽ. അതുപോലെ തന്നെ അവളുടെ നോർവേയിലെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് അവൾ ശേഖരിച്ച 2 ചിപ്പികൾ, ഇത് രണ്ടുമാണ്. ഇതും അതുപോലെ തന്നെ അവളുടെ ഹെയറിൻ്റെ കുറച്ച് കട്ടിങ്സ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബോക്സിലുണ്ടായിരുന്നത്. അങ്ങനെ ഈ ആ ഒരു ബോക്സ് ഇപ്പോഴും അവരുടെ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഇപ്പോഴും ആ ഒരു കുറച്ച് ദിവസം മാത്രം സ്നേഹിച്ച തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രണയിനെ കുറിച്ചിട്ടുള്ള ഒരു മെമ്മറി ആയിട്ടാണ് ഈ ഒരു സ്റ്റോറി നിലകൊള്ളുന്നത്. അത്രയും തീവ്ര പ്രണയത്തിനെ കുറിച്ചിട്ട് ഇപ്പോഴും അത് ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ അത് അത്രയും വൈകാരികമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമുക്ക് പറയേണ്ടി വരും അല്ലേ. ഇതിൻ്റെ കുറച്ച് തീമുകൾ വരുന്നുണ്ട് ഇതിൽ. നമുക്ക് നോക്കാം അതിൻ്റെ തീമുകൾ എന്തൊക്കെയാണെന്നുള്ളത്. അഥവാ എറ്റേണൽ ലവിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, സാക്രിഫൈസിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. അഥവാ പരസ്പരം അത്രയും ഡീപ്പായിട്ട് സ്നേഹിച്ചിട്ട് അലക്സാണ്ട്ര ഒരിക്കലും തൻ്റെ ആ രോഗം കാരണം ആ ഒരു പ്രണയം ഉപേക്ഷിക്കുകയാണ്. ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ അവൾ സമ്മതിക്കുന്നില്ല. കാരണം താൻ ഒരു രോഗിയാണെന്നുള്ളത് അവൾക്കറിയാം. അത് കാരണം തന്നെ താൻ മരണപ്പെട്ടാൽ അത് അദ്ദേഹത്തിന് താങ്ങാൻ കഴിയില്ല. അത് അദ്ദേഹത്തിന് അഗാധമായിട്ടുള്ളൊരു വിഷമത്തിലേക്ക് എത്തിക്കും എന്നുള്ള ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് അവർ ഈ ഒരു ബന്ധത്തിന് സമ്മതിക്കാതിരുന്നത്. അതുപോലെ തന്നെ ഡിസയർ വിസസ് ഡ്യൂട്ടിനെ കുറിച്ചിട്ട് പറയാം. അഥവാ ഹൃദയം അയാൾ അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും താനൊരു ഭാര്യ അല്ലെങ്കിൽ താനൊരു അമ്മ എന്നുള്ള നിലയിൽ അവൾക്ക് ഒരുപാട് ഡ്യൂട്ടികളുണ്ട് ചെയ്യാൻ. സോ അവൾ ഒരിക്കലും അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ അവൾ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ്. ദെൻ മൂന്നാമതായിട്ട് പറയുന്നത് മെമ്മറി ആൻഡ് ലോസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അഥവാ ഒരു കാലത്ത് തനിക്ക് ലഭിക്കുമായിരുന്ന എന്നാൽ നഷ്ടപ്പെട്ടു പോയതുമായിട്ടുള്ള ആ ഒരു ഭയങ്കര ഡീപ്പായിട്ടുള്ള ആ ലവിനെ കുറിച്ചിട്ട് നമ്മുടെ കഥാനായകൻ 20 വർഷങ്ങൾക്ക് ശേഷം ആലോചിക്കുന്നു അല്ലെങ്കിൽ ഓർമ്മിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിംബലിസം ഓഫ് ദ സീ, ഈ ഒരു സീ എന്ന് പറയുന്നത് അതിൽ ഭയങ്കരം ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കപ്പൽ യാത്ര, സമുദ്രം എന്നൊക്കെ പറയുന്നത് ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ഒരു വൈകാരികമായിട്ടുള്ള യാത്രയും അതുപോലെ തന്നെ അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്വാതന്ത്ര്യത്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അഥവാ ഗൾസ് റോഡ് എന്ന ആ ഒരു പേര് തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെയും അതുപോലെ തന്നെ നമുക്ക് കിട്ടാത്ത ആ ഒരു ലക്ഷ്യത്തിൻ്റെ ഒക്കെ ഒരു പ്രതീകമായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതിലെന്താ ഒരു റൊമാൻറ്റിക് സ്റ്റോറിയാണ്, റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമുക്ക് പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു യൂണിറ്റിലും കാര്യമായിട്ട് പറയുന്നത്.